ഹേ ഗൈസ്, വാട്സാപ്പിലെ ചാറ്റുകളുടെ കസ്റ്റം ബാക്ക്ഗ്രൗണ്ട്സ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നാണ് ഇന്നൊരു വീഡിയോക്കകത്ത് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഏതൊരു വാട്സാപ്പിലെ ചാറ്റുകളും ഓരോ ചാറ്റുകളും അനുസരിച്ച് നമുക്ക് കസ്റ്റം വാൾപേപ്പേഴ്സ് സെറ്റ് ചെയ്യാൻ കഴിയും. സോ ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് കോമൺ ആയിട്ടൊരു വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഈ ഒരു വീഡിയോക്കകത്ത് തന്നെ കാണിച്ചു തരാം. സോ അതിന് ഡിലേയിലാണ് നേരെ നമ്മുടെ വീഡിയോക്കകത്തേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് നമ്മുടെ വാട്സാപ്പ് ആപ്പിനകത്തേക്ക് പോവാം. വാട്സാപ്പ് ആപ്പിനകത്തേക്ക് പോയതിനു ശേഷം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കോമൺ ആയിട്ടൊരു വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആൻഡ് ഇതിനകത്തേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ സെറ്റിങ്സിനകത്തേക്ക് പോവാം. സെറ്റിങ്സിനകത്തേക്ക് പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കഴിയും ചാറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു ചാറ്റ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ചാറ്റ്സ് ഓപ്ഷൻ ഓപ്പൺ ആയി കഴിയുമ്പോൾ തന്നെ കാണാൻ കഴിയും വാൾപേപ്പർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ആ ഒരു വാൾപേപ്പർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഈ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് വാൾപേപ്പേഴ്സ് വാട്സാപ്പ് ഡിഫോൾട്ടായിട്ട് തരുന്നതുണ്ട്. ആ ഒരു ഡിഫോൾട്ടായിട്ട് തരുന്നതല്ലാണ്ട് ബ്രൈറ്റ് തീം ആണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ് തീം, ഡാർക്ക് തീം ആണെന്നുണ്ടെങ്കിൽ ഡാർക്ക് തീം വാട്സാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അവൈലബിൾ ആയിട്ട് തരുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ ഡിവൈസിനകത്ത് ഓൾറെഡി ഉള്ള ഫോട്ടോസ് അഥവാ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചേക്കുന്ന ഫോട്ടോസിനകത്തുനിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗാലറിക്ക് അതൊന്ന് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ നമ്മുടെ ഗാലറിയിൽ എന്തൊക്കെ ഫോട്ടോസാണോ ഉള്ളത് ആ ഒരു ഫോട്ടോസിൻ്റെ എല്ലാം നമുക്ക് വാൾപേപ്പർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ആൻഡ് ആ ഒരു ഇമേജ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും. ഈ ഒരു പ്രിവ്യൂ പേജിനകത്ത് ഇത് നമ്മൾ സാധാരണ ഇമേജസ് സൂം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സൂം ചെയ്ത് എങ്ങനെയാണോ നമ്മുടെ വാൾപേപ്പർ വേണ്ടത് ആ ഒരു മോഡിൽ ആ ഒരു ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം താഴത്തെ സെറ്റ് വാൾപേപ്പർ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു വാൾപേപ്പർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വാൾപേപ്പർ ഡിമ്മിങ് നമ്മൾ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് ആയിട്ട് കിട്ടും. ഫുള്ള് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെയിം കളറ്. ഇത് ഇച്ചിരി മീഡിയം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാൾപേപ്പർ ഭയങ്കര ബ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് കാണിക്കാത്ത രീതിക്ക് നമുക്കൊരു അഡ്വാൻസ് ഒരു മീഡിയം ലെവൽ ചെറിയൊരു ബ്ലറൊക്കെ പോലത്തെ ഒരു ഫീച്ചറൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. സോ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു സംഭവം ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്. ശേഷം നമ്മൾ ഏത് ചാറ്റ് വേണമെങ്കിലും ഏതൊരു ചാറ്റ് ഓപ്പൺ ആക്കി നോക്കിയാലും ഇത് ഞാൻ ഓൾറെഡി ആ ഒരു ചാറ്റിന് വേണ്ടിയിട്ട് കസ്റ്റം വാൾപേപ്പർ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് കാണാൻ കഴിയും. ഓക്കെ, എല്ലാ ചാറ്റ്സിനകത്തും നമ്മുടെ ഇതിനകത്ത് ഈ ഒരു വാൾപേപ്പർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കെങ്ങനെ കസ്റ്റം വാൾപേപ്പർ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. സോ കസ്റ്റം വാൾപേപ്പർ സെറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ചാറ്റിനകത്താണോ കസ്റ്റം വാൾപേപ്പർ സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു ചാറ്റ് ഓപ്പൺ ആക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീൻ കളറിലെ ബാക്ക്ഗ്രൗണ്ട് വന്നിരിക്കുന്നത് കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ ക്രിയേറ്റർ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ കളറിലെ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഈ ഒരു ഗ്രീൻ കളർ കീ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിൽ എന്ത് ഇമേജ് വേണമെന്നുണ്ടെങ്കിലും എന്ത് വീഡിയോ വേണമെന്നുണ്ടെങ്കിലും പ്ലേ ആവുന്ന പോലെ തന്നെ ഒരു ഫീച്ചർ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോ നമുക്കപ്പോൾ ഈ ഒരു സംഭവത്തിനകത്ത് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഇതിനകത്ത് വാൾപേപ്പർ എന്ന് പറഞ്ഞത് ചെയ്യാം. ഈ ഒരു റൈറ്റ് കോർണറിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് വാൾപേപ്പർ സെലക്ട് ചെയ്യാം. വാൾപേപ്പർ ഓപ്ഷനകത്ത് നിങ്ങൾ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത പോലെ തന്നെ ഏതൊരു കസ്റ്റം വാൾപേപ്പർ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. നേരത്തെ ചെയ്ത പോലെ തന്നെ വാൾപേപ്പർ ഡിമ്മിങ്ങും നമുക്ക് ചെയ്ത് വാൾപേപ്പറിൻ്റെ കളേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. സോ ഇത്രയുള്ള കേസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വാൾപേപ്പറുകൾ മാറ്റി മൂവിങ് വാൾപേപ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് VFX ആനിമേഷനൊക്കെ വെച്ച് സെറ്റ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ ആദ്യം ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ. സോ യാത്രയുള്ള കേസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്. ബൈ. Anything you want, anything you need, your mind's got the key ingredient, it's belief. They deceive with the negativity, but I just slide right by that energy.